മാതൃത്വത്തിന്റെ കവി എന്ന വിശേഷണം നൽകാവുന്ന ഒരാൾ നമ്മുടെ മലയാള കാവ്യചരിത്രത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്ന് ഉത്തരവും പറയാം. അതിനൊരു പേര് ചോദിച്ചാൽ ആ പേര് ബാലാമണി അമ്മ എന്നുമാണ്. അപ്പോൾ എന്താണ് ഇന്ന് ബാലാമണി അമ്മയെക്കുറിച്ച് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, മലയാളത്തിൻ്റെ അമ്മയായിരുന്ന ബാലാമണി അമ്മയുടെ 116-ാം ജന്മദിനം കൂടിയാണ് ഇന്ന്. ആ അമ്മ കുഞ്ഞിന് മുലയൂട്ടുകയാണ്. അപ്പോൾ ആ അമ്മ മനസ്സിലേക്കൊരു വിചാരം വന്നെത്തുന്നു. അത് ഇങ്ങനെ കുറിച്ചിടുകയാണ്: അല്ലയോ ഓമനെ, നിന്നിൽ അപൂർണത ചേർത്തിയിടായി മുലപ്പാലിലെ ദൗർബല്യങ്ങൾ. അമ്മയുടെ ശരീരത്തിലെ ഏറ്റവും ദിവ്യമായത് കുഞ്ഞിന് നൽകുമ്പോൾ അതിൽ വിഷാംശം കലരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ അമ്മ. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നത് ഏറ്റവും നിർവൃത്തിദായകമാണ്. അതോടൊപ്പം തന്നെ സ്വന്തം ജീവൻ്റെ തുടിപ്പും മിടുക്കും കുഞ്ഞിന് സമ്മാനിക്കുന്ന സമ്മോഹന മുഹൂർത്തവുമാണ്. എന്നാൽ അവിടെ അമ്മ ആകുലപ്പെടുന്നുണ്ട്. തൻ്റെ പോരായ്മകളും ദൗർബല്യങ്ങളും പൂർണ്ണത നേടുന്ന കുഞ്ഞിനെ ഒരു വിധത്തിലും ബാധിക്കരുതേ എന്ന്. ആ പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് ബാലാമണി അമ്മയുടെ വരികൾ. അങ്ങനെ എഴുതാനേ ആ അമ്മ മനസ്സിന് സാധിക്കുകയുമുള്ളൂ. അമ്മ മനസ്സിൻ്റെ പവിത്രമായ ചിന്താധാരകൾക്ക് മലയാള ഭാഷയിലൂടെയും സാഹിത്യത്തിലൂടെയും പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയായിരുന്നു ബാലാമണി അമ്മ. ഇന്ന് കുടുംബ വ്യവസ്ഥയിൽ കാരുണ്യവും സാഹോദര്യവും കാണാമറയത്താകുന്ന കാഴ്ചകൾ വർദ്ധിക്കുമ്പോൾ ബാലാമണി അമ്മയുടെ കവിതകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ബാലാമണി അമ്മയുടെ കവിതകളൊക്കെ നമ്മുടെ മുന്നിൽ വഴിവിളക്കുകളുമാണ്. ആ അമ്മയുടെ ആകുലത പുതിയൊരു തലമുറയോട് നമുക്കെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. മാതാപിതാക്കളും അധ്യാപകരും എന്നുവേണ്ട നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ലോകത്തും വാർത്താ മാധ്യമ ലോകത്തും നമ്മളത് പുലർത്തുകയും വേണം.